ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ PSC ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സഞ്ജി. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഡിഗ്രി പ്രിലിംസ് എക്സാമുകൾ കഴിഞ്ഞു. ഇനി വരാനായിട്ടുള്ളത് നമ്മുടെ മുന്നിലുള്ളത് ഡിഗ്രി മെയിൻസ് എക്സാമുകളാണ്. സോ പ്രിലിംസ് ക്ലിയർ ചെയ്യുമെന്ന് ഉറപ്പുള്ളവര് മെയിൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ എന്ത് ചെയ്യണം? ഇപ്പോഴേ തുടങ്ങണം. അപ്പൊ നമുക്കറിയാം ഈ യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവര് ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്ന ഒരു പോസ്റ്റാണ് SI എന്ന് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെല്ലാം SI പോസ്റ്റിന് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം 30-ന് മുകളിലാണ്. ഏകദേശം 31-32 അടുത്താണ് കട്ട് ഓഫുകൾ വന്നത്. ഈ പ്രാവശ്യവും നമുക്ക് കട്ട് ഓഫുകൾ ആ ഒരു റേഞ്ചിൽ തന്നെ പ്രതീക്ഷിക്കാം. എങ്ങനെ പോയാലും ഒരു 30-ന് മുകളില് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കട്ട് ഓഫുകൾ വരാനായിട്ട് പോകുന്നത്, പ്രിലിംസ് കട്ട് ഓഫുകൾ വരാനായിട്ട് പോകുന്നത്. പിന്നെ നമ്മുടെ പഠനം എന്ന് പറയുന്നത് മെയിൻസിനെ ഫോക്കസ് ചെയ്തുള്ള പഠനമായിരിക്കണം ഇനി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയില് ഡിഗ്രി മെയിൻസ് SIയുടെ ഡിഗ്രി മെയിൻസിന്റെ സിലബസ് എന്താണ്, ഏതൊക്കെയാണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോറിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ആപ്പിലൂടെ ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകള്, ഡെയിലി കറണ്ട് അഫേഴ്സുകള്, മോക്ക് ക്ലാസ്സുകള് അല്ലെ, അതേപോലെ തന്നെ എക്സാമുകൾ തുടങ്ങിയവയെല്ലാം എന്ത് ചെയ്യാൻ സാധിക്കുന്നു, ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നേടാനായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോ അതേപോലെ തന്നെ ഏറ്റവും അവസാനം നടന്ന ഡിഗ്രി ലെവൽ എക്സാം ആയിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ റിസൾട്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഇതാണ് നമ്മുടെ ഡിഗ്രി മെയിൻസിന്റെ സിലബസ്. ഡിഗ്രി മെയിൻസ് എന്ന് പറയുമ്പോൾ SIയുടെ സിലബസ് എന്ന് പറയുന്നത്. സോ എന്തൊക്കെയാണ് ഈ സിലബസ്, അല്ലെങ്കിൽ നമ്മളൊരു എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ആ എക്സാമിന്റെ സിലബസ് ആണ് മനസ്സിലാക്കുന്നത് അല്ലെ. സിലബസ് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ എക്സാമിന് നന്നായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഹിസ്റ്ററി എന്ന് പറയുന്നത്, ഹിസ്റ്ററി നമുക്ക് വരുന്നത് ഡിഗ്രി മെയിൻസിലോട്ട് വരുമ്പോൾ അവിടെ 3 മാർക്കാണ് വരുന്നത്. ആ 3 മാർക്ക് എന്ന് പറയുമ്പോൾ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം? ഈ പറയുന്ന കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, അത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് നമ്മൾ അവിടെ പഠിക്കണം അല്ലെ. ഈ 3 മാർക്കിന് വേണ്ടി അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് പഠിക്കണം. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നത് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സും അതേപോലെ തന്നെ എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് 45 മാർക്കോളം ലഭിക്കും. ഇത്രയും ഏരിയാസ് ഇവിടെ കിടക്കുമ്പോൾ നമ്മൾ ഈ 3 മാർക്കിന് വേണ്ടി സമയം കളയുന്നത് എന്താണ്, മണ്ടത്തരമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ സിലബസ് മനസ്സിലാക്കി തന്നെ കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പഠനം കറക്റ്റ് ട്രാക്കിലാവുകയുള്ളൂ. അപ്പൊ നോക്കിക്കൊള്ളുക, ജനറൽ നോളജിൽ നിന്ന് GKയിൽ നിന്ന് ടോട്ടല് 20 മാർക്കാണ് വരുന്നത്. GKയിൽ നിന്ന് ടോട്ടൽ എത്ര മാർക്ക് വരുന്നുണ്ട്? 20 മാർക്കാണ് നമുക്ക് GKയിൽ നിന്ന് വരുന്നത്. അതില് ഹിസ്റ്ററിയിൽ നിന്ന് 3 മാർക്ക് അല്ലെ, കേരള, ഇന്ത്യൻ, വേൾഡ് ഹിസ്റ്ററി. ജോഗ്രഫിയിൽ നിന്ന് 3 മാർക്ക്, കേരള, ഇന്ത്യൻ, വേൾഡ് ജോഗ്രഫി. എക്കണോമിക്സ് 3 മാർക്ക്, കേരള ഗവേണൻസ് 5 മാർക്ക് അവിടെ നിന്ന് വരുന്നുണ്ട്. അതേപോലെ തന്നെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് 6 മാർക്ക്. അങ്ങനെ ടോട്ടല് എത്രയാണ്? ടോട്ടല് എന്താണ്? 3 3 6 3 9 9 5 14 14 6 20 അല്ലെ, നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെ ടോട്ടല് 20 മാർക്കാണ് എവിടെ വരുന്നത്? 20 മാർക്കാണ് GK അല്ലെങ്കിൽ ജനറൽ നോളജിൽ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ 20 മാർക്കിന് വേണ്ടി അത്രയും വാസ്റ്റ് ആയിട്ടുള്ള സിലബസും സമയവും നമ്മൾ മെനക്കെടുത്തേണ്ട കാര്യമില്ല. കാരണം അതിൽ കൂടുതൽ മാർക്കുള്ള ഏരിയാസ് വേറെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗങ്ങൾ, ഈ പറഞ്ഞ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കേരള ഗവേണൻസ്, ലൈഫ് സയൻസ്, അതേപോലെ പബ്ലിക് ഹെൽത്ത് എന്നൊക്കെ നമുക്ക് 6 മാർക്ക് എടുത്ത് വരുന്നുണ്ട്. ഈ ഒരു ഭാഗങ്ങള് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു മോഡറേറ്റ് ലെവലിൽ പഠിച്ചാൽ മതി. PYQs ബേസ് ചെയ്ത് എക്സാമിന് ചോദ്യം വരുന്ന ടോപ്പിക്കുകൾ മാത്രം എന്ത് ചെയ്താൽ മതി, എടുത്ത് പഠിച്ചാൽ മതി. വലിച്ചു വാരിയുള്ള ഒരു പഠനം ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് അവിടെ ആകെ 20 മാർക്ക് ലഭിക്കുന്നുള്ളൂ. ഇനി കറണ്ട് അഫയേഴ്സ് നമുക്ക് 5 മാർക്ക് വരുന്നുണ്ട്. മാത്സ് 10 മാർക്ക്. ഇതാണ് കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഏരിയ അല്ലെ. മാത്സിന്റെ 10 മാർക്ക്, ഇംഗ്ലീഷിന്റെ 10 മാർക്ക്, അതേപോലെ എന്താണ് ലാംഗ്വേജ് മലയാളത്തിന്റെ 10 മാർക്ക്. ഈ 30 മാർക്ക് എന്ന് പറയുന്നത്
നമുക്ക് കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഏരിയ ആണ് അല്ലെ. അതായത് ഈ 20 മാർക്ക് നമ്മൾ ഇവിടെ കുറെ കാര്യങ്ങൾ പഠിച്ചാലാണ് 20 മാർക്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ 30 മാർക്ക് നമുക്ക് കിട്ടും. പിന്നീടാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ SI പോലുള്ള എക്സാമിന്റെ കോർ ഏരിയ എന്ന് പറയുന്നത് അതിന്റെ എന്താണ് സ്പെഷ്യൽ ടോപ്പിക്സും കോൺസ്റ്റിറ്റ്യൂഷനും. അത് രണ്ടും കൂടെ എത്ര മാർക്ക് വരുന്നുണ്ട്? 45 മാർക്ക് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം പഠിച്ചു തുടങ്ങേണ്ടത് അല്ലെ, മെയിൻസിന് SI മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥി ആദ്യം പഠിച്ചു തുടങ്ങേണ്ടത് ഈ ഒരു ഏരിയ ആണ്, ഈ 45 മാർക്കിന്റെ ഏരിയ ആണ്. അതിനോടൊപ്പം ഓരോ ഭാഗങ്ങളും ആവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. മാത്സ്, മലയാളം, ഇംഗ്ലീഷിന് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള പഠനമായിരിക്കണം ഇനിയുള്ള സമയം നിങ്ങൾ മുന്നോട്ട് വെക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമിന്റെ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിന്റെ കോർ ഏരിയ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, ആ കോർ ഏരിയാസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ കോർ ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മറ്റ് ഏരിയാസിന് മോഡറേറ്റ് ലെവലിൽ കൊടുത്ത് മോഡറേറ്റ് ലെവൽ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള ഒരു പഠനമായിരിക്കണം SI പോലുള്ള ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് വെക്കാനായിട്ടുള്ളത്. ഓക്കെ അല്ലെ? ഇനി നമുക്ക് നോക്കാം ഇതിൽ ഏതെല്ലാം ഭാഗങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഫോക്കസ് കൊടുക്കണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കോളാം. ഹയസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ 45 മാർക്കിനാണ്. ആ 45 മാർക്ക് ആയിരിക്കണം നമ്മുടെ ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. ആ 45 മാർക്കിന് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്? ഈ പറയുന്ന പോലീസ് ലോ അല്ലെ, RTI, കോൺസ്റ്റിറ്റ്യൂഷൻ ഏകദേശം 7 മാർക്കോളം അവിടെ നിന്ന് വരുന്നുണ്ട് അല്ലെ. IT ആക്ട് ആൻഡ് സൈബർ ക്രൈം 10 മാർക്ക് വരുന്നുണ്ട്. സൈക്കോളജി 10 മാർക്ക് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തില് ഈ പറയുന്ന 45 മാർക്കിന് അല്ലെ ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം അല്ലെ. ഇതിന്റെ ഓരോ ഭാഗങ്ങളും വളരെ കൃത്യമായിട്ട് പഠിക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും IT ആക്ടും സൈബർ ക്രൈം ആണെങ്കിലും സൈക്കോളജി ആണെങ്കിലും, സൈക്കോളജിന്ന് 10 മാർക്ക് ഉണ്ട്, IT ആക്ട് സൈബർ ക്രൈമിന് 10 മാർക്ക് ഉണ്ട്. ഈ ഏരിയാസിന് നമ്മൾ ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കണം ആണല്ലോ. ഇനി മീഡിയം പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ ഈ 20 മാർക്കിനാണ്. 20 മാർക്ക് എന്ന് പറയുമ്പോൾ GK അല്ലെ, GKയുടെ 10 മാർക്ക്, GKയുടെ 20 മാർക്കിന് നമ്മൾ മീഡിയം പ്രയോറിറ്റി കൊടുക്കണം. അതായത് വലിച്ചു വാരി പഠിക്കേണ്ട, എന്ത് ചെയ്താൽ മതി? PYQ ബേസ് ചെയ്ത് പഠിച്ചാൽ മതി. മാത്സ് 10 മാർക്ക് മീഡിയം പ്രയോറിറ്റി കൊടുക്കണം. അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനുകൾ ഇംഗ്ലീഷും മലയാളവും ആണല്ലോ. ഇംഗ്ലീഷും മലയാളവും ഡിഗ്രി ലെവലില് നമുക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഏരിയ ആണ്. ആ മാർക്ക് നമ്മുടെ പോക്കറ്റിലായിരിക്കണം. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. പിന്നീട് കറണ്ട് അഫേഴ്സ് ആണ്. കറണ്ട് അഫേഴ്സ് നമുക്ക് 5 മാർക്കേ ഉള്ളൂ എങ്കിലും പലപ്പോഴും പലവർക്കും അല്ലെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയാത്തത് കറണ്ട് അഫേഴ്സിൽ നിന്നാണ്. സോ കറണ്ട് അഫേഴ്സിന്റെ 5 മാർക്ക് നമുക്ക് എന്ത് ചെയ്യണം? വളരെ കൃത്യമായിട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കണം. ഒരു എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം നമ്മൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം അതിന്റെ സിലബസ് മനസ്സിലാക്കുക, അതിന്റെ കോർ ഏരിയ ഐഡന്റിഫൈ ചെയ്യുക. കോർ ഏരിയാസിന് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠനമായിരിക്കണം എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് വെക്കേണ്ടത്. ഇത് നമ്മുടെ SI സിലബസ് ആണ്, SI മെയിൻസിന്റെ സിലബസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അല്ലെ. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ പഠനം എന്ത് ചെയ്യേണ്ടത്? മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. GK പോലുള്ളവയ്ക്ക് വലിച്ചു വാരി പഠിക്കാതെ PYQ ബേസ് ചെയ്ത് ചോദ്യം വരുന്ന ഏരിയാസ് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ്, മാത്സ്, മലയാളം, ഇംഗ്ലീഷ് തുടങ്ങിയവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പഠനം എന്ത് ചെയ്യണം? മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെ. വളരെ ചുരുങ്ങിയ സമയം അത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടി ഉപയോഗിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രം എന്ത് ചെയ്യാം? നിങ്ങൾക്കും അടുത്ത വർഷം കാക്കി അണിയാം. അപ്പോ സിലബസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മുടെ സബ് ഇൻസ്പെക്ടർ മെയിൻസിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്രിലിംസ് കഴിഞ്ഞു. പ്രിലിംസ് നിങ്ങൾക്ക് ഒരു 30+ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഇപ്പോഴേ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. മെയിൻസിന് നിങ്ങൾ എത്രത്തോളം മാർക്ക് വാങ്ങുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്താണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നത്. ഇപ്പൊ പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു കടമ്പ മാത്രമായിരുന്നു. പ്രിലിംസിന്റെ മാർക്കല്ല, നമ്മുടെ മെയിൻസിന്റെ മാർക്കാണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മെയിൻസിന് വേണ്ടി കൃത്യമായിട്ടുള്ള പഠനം നിങ്ങൾ എന്ത് ചെയ്യണം? മുന്നോട്ട് വെക്കണം. പത്രത്തില് മെയിൻസ് കാക്കി എന്ന് പറയുന്ന സ്വപ്നം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ട് CC ഏറ്റവും പുതിയ SI മെയിൻസിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ബോർഡ് നമ്പറിൽ 8590202323 എന്ന നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.